അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഗ്ലോബൽ AI സമ്മിറ്റ്, ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. ലോകത്തുള്ള പല പല ബിഗ് ടെക് കമ്പനീസിന്റെ സിഇഒസിനെ അതുപോലെ തന്നെ ഈ AI പിന്നെ എന്താ പറയുക, അതിൽ കൂടുതൽ എക്സൽ ചെയ്ത, അതായത് വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുള്ള വലിയ വലിയ കമ്പനികളുടെ, ഉദാഹരണത്തിന് ChatGPT, അവരുടെയൊക്കെ CEOs ഒക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. അതുപോലെ രാഷ്ട്രത്തലവന്മാർ, ബ്രസീലിന്റെ ലുല ഡിസിൽവ, അതുപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോൺ, ഇവരൊക്കെ തന്നെ അതിന്റെ ഭാഗമായി അതിൽ പങ്കെടുക്കുകയും ഒരുപാട് വളരെ മികച്ച സ്പീച്ചൊക്കെ ഡെലിവറി ചെയ്യുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനിടയ്ക്കാണ് നമ്മളെല്ലാവരും കണ്ടതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വളരെ വിജൃംഭിച്ച ഭയാനകമായ ഒരു മാർച്ച് അതിലേക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ ടീഷർട്ടിന് മുകളിലൊക്കെ PM ഈസ് കോംപ്രമൈസ് എന്നൊക്കെ എഴുതി, അതുപോലെ ടീഷർട്ടൊക്കെ ഊരി വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്ത്യയിൽ വർഷങ്ങൾക്ക് ശേഷമാണ്. അതുപോലെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഇവന്റ് ആയിരുന്നു ഇവിടെ ഓർഗനൈസ് ചെയ്യപ്പെട്ടത്. ആദ്യത്തെ ദിവസം ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മന്ത്രി അശ്വിനി വൈഷ്ണവും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ക്ഷമ ചോദിക്കുന്നു. അതിനുശേഷം വളരെ മികച്ച രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നതിന്റെ ഇടയ്ക്കാണ് ഇതുപോലുള്ള ഒരു മോശപ്പെട്ട ഒരു സംഭവം അവിടെ അരങ്ങേറിയത്. ലോകം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ലോകത്തിന്റെ സകലമാന കോണുകളിലും, കമ്പ്യൂട്ടർ ജോലി മുതൽ അതുപോലെ തന്നെ ജോലി രംഗങ്ങളിൽ, അതുപോലെ IT മാത്രമല്ല, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, സർജറി, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അതിലേക്ക് ലോകം വളരെ വേഗം ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സകലമാന മേഖലകളിലും വെൽക്കം ചെയ്തു കഴിഞ്ഞു. അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ദൈനംദിന ജീവിതത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AIയുടെ സ്വാധീനം ചെറുതല്ല. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ, വാർദ്ധക്യത്തിലുള്ള ആൾക്കാർ വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ChatGPT, Copilot, അങ്ങനെയുള്ള ഒരുപാട് ടൂളുകൾ യൂസ് ചെയ്ത് നമുക്കറിയാം. ഒരുപാട് ചാലഞ്ചസ്, അതുപോലെ തന്നെ ട്രെൻഡ്സ്, അതുപോലെ തന്നെ AI ജനറേറ്റഡ് ഇമേജസ് ഒക്കെ വെച്ചുകൊണ്ട് റീസെന്റ് തന്നെ നമുക്കറിയാം എൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും AI എന്താണ്, AI എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ആ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള റെസ്പോൺസസ്, അതെല്ലാം തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഗ്ലോബൽ AI സമ്മിറ്റ് എന്ന് പറയുന്ന സംഭവം എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഇന്ത്യക്ക് എന്നുള്ളത്. ഇന്ത്യയാണ് മുൻകൈ എടുത്ത് ഇത് ചെയ്യുന്നത്. നമുക്കറിയാം, ഇതിന് മുന്നേ ഒരു ഫോറത്തിൽ നമ്മുടെ മന്ത്രി അശ്വിനി വൈഷ്ണവ് സംസാരിക്കുന്ന സമയത്ത് ഒരു ഫോറിൻ ഡെലിഗേറ്റ് ഇന്ത്യയെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്ത്യയെ ഒരു കുറച്ച് സെക്കൻഡ് ഓർ തേർഡ് പ്ലേസിലേക്ക് പ്ലേസ് ചെയ്തുകൊണ്ട് സംസാരിച്ചത് നിങ്ങൾക്കറിയാം. അപ്പൊ അതിനെ കൺഫ്രണ്ട് ചെയ്തുകൊണ്ട് അശ്വിനി വൈഷ്ണവ് വളരെ ക്ലാരിറ്റിയോടുകൂടി എന്താണ് ഇന്ത്യ AI ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ തലത്തിൽ ഇന്ത്യ AI എന്ന് പറയുന്ന ഒരു മേഖലയിൽ മുന്നേറ്റം നടത്തി കഴിഞ്ഞു, അതുപോലെ തന്നെ എന്തൊക്കെ മുന്നേറ്റങ്ങളിലാണ് ഇന്ത്യ ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നുള്ളതൊക്കെ, അതുപോലെ തന്നെ പല കാര്യങ്ങളും. ഇപ്പോൾ സർവം AIയുടെ ആ ഒരു LLMs ഒക്കെ നിങ്ങൾക്കറിയാം, ലാർജ് ലാംഗ്വേജ് മോഡൽ. അപ്പോൾ അതൊക്കെ തന്നെ വളരെയധികം പ്രശംസനീയമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് തന്നെ ഈ ഒരു നമ്മുടെ ചരിത്രത്തിൽ പോലും കേൾവി ഇല്ലാത്ത വിധത്തിൽ ഇന്ത്യൻ കമ്പനികൾ ഈ ഒരു മേഖലയിൽ വളരെ വലിയൊരു കുതിച്ചുചാട്ടം നടത്തുമ്പോൾ ഈ ഒരു സമ്മിറ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആ ഒരു സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ലോകത്തെ നയിക്കുവാൻ പോകുന്ന ഒരു ചാലക ശക്തിയായി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള കാൽവെപ്പിന്റെ ഒരു ഭാഗമായിരുന്നു ഈ ഗ്ലോബൽ AI സമ്മിറ്റ്. അപ്പൊ അതിനിടയ്ക്കാണ് ഇതുപോലുള്ള വളരെ നിരാശാജനകമായ ഒരു സംഗതി അരങ്ങേറിയത്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. Be a
നിങ്ങൾ നോക്കൂ, എത്ര മോശപ്പെട്ട രീതിയിലാണ് പ്രതിഷേധം നടത്തുന്നത്. നമുക്കറിയാം, പ്രതിഷേധം നടത്താനുള്ള അവകാശം ഇന്ത്യയിൽ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന് ഒരുപാട് കാര്യക്കാലം യൂത്ത് കോൺഗ്രസ് മുതൽ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാക്കന്മാർക്ക് എല്ലാത്തിലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനങ്ങളോടും അതുപോലെ തന്നെ ഇന്ത്യയിൽ നടപ്പാക്കിയ പല പരിഷ്കാരങ്ങളോ അല്ലെങ്കിൽ പല രീതികളോടും എതിർപ്പുകൾ ഉണ്ടാവും. പല ജനങ്ങൾക്കും, ഇന്ത്യയിലുള്ള ഒരുപാട് ജനങ്ങൾക്കും അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എതിർപ്പുകൾ ഉണ്ടാവും. പക്ഷെ ആ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട വേദി തിരഞ്ഞെടുക്കുന്നത് വളരെ ചിന്തിച്ചിട്ടായിരിക്കണം. അല്ലാതെ ഇങ്ങനെയുള്ള രീതിയിൽ ഇതുപോലുള്ള വളരെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ നേതാക്കൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ആ ഒരു വേദിയിലേക്ക് നിങ്ങൾക്കറിയാം, ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ മതി ആരൊക്കെയായിരുന്നു അന്ന് ആ നിമിഷം ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. വളരെ ലോകം മുഴുവൻ നോക്കുകയാണ്. വളരെ വേൾഡ് ലീഡേഴ്സ്, അതുപോലെ തന്നെ ഡെലിഗേറ്റ്സ്, രാഷ്ട്ര തലവന്മാർ വന്നില്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ഒക്കെ ആ ഒരു ഇവന്റിൽ പങ്കാളിത്തത്തിലൂടെ ഈ ഒരു ഇവന്റ് വളരെയധികം ലോക ശ്രദ്ധ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ ആ ഒരു ലെവൽ അല്ലെങ്കിൽ ഇന്ത്യയെ വേറൊരു തലത്തിലേക്ക് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ലോകം വീക്ഷിക്കുന്ന ആ ഒരു ഇവന്റ് തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുത്ത് വളരെയധികം നിർഭാഗ്യകരമാണ്. കാരണം അവരെന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. കാരണം ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയാണ്, ഇന്ത്യയിലുള്ള ആൾക്കാരും ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് എന്നുള്ള ഒരു പാർട്ടി ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഭയങ്കര വലിയ ഓപ്പോസിഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ക്കെതിരെയുള്ള അത് ഞങ്ങൾ ഏത് തലത്തിലും കൊണ്ടുപോകും എന്നുള്ള ഒരു ചിന്താഗതി എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പ്രതിഷേധത്തിന്റെ ആവശ്യകത എന്നുള്ളത് പോലും മനസ്സിലാകുന്നില്ല. കോൺഗ്രസിന് പ്രതിഷേധിക്കേണ്ടത് എവിടെയാണ് എന്ന് പോലും മനസ്സിലാവാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. പ്രതിഷേധിക്കാനും പ്രതിഷേധിക്കപ്പെടേണ്ട സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ബുദ്ധി കൂടി വേണം. കാരണം ഇപ്പോൾ കർഷക പ്രതിഷേധം AI സമ്മിറ്റ് നടക്കുമ്പോൾ അവിടെ കൊണ്ടുവരുന്നത്, അതായത് അതേസമയം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുകയാണ് ഇന്ത്യയിൽ. അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനം ഒരുപാട് നടന്നു. അത് എന്താ പറയുക, അതിൽ നിന്നൊരു രക്ഷയില്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള സമ്മിറ്റ്സ് അല്ലെങ്കിൽ ഈ രാജ്യത്ത് കൂട്ടക്കൊലകൾ നടക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ, അത് നിങ്ങൾക്കറിയാലോ, സൊമാലിയ അങ്ങനെയുള്ള സംഭവങ്ങളും നടക്കുന്ന സമയത്ത് അതിനകത്തൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അല്ലെങ്കിൽ ബേണിംഗ് ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചിലർ അത് ചെയ്യുന്നു. സ്റ്റിൽ അത് ജസ്റ്റിഫയബിൾ അല്ല. കാരണം ആ ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗ്ലോബൽ സമ്മിറ്റിന് തന്നെ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇതൊരു രാജ്യ താല്പര്യത്തിന്, രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടി, രാജ്യത്തിന് വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മിറ്റ് ആയിരുന്നു അത്, അല്ലെ? സ്വന്തം രാജ്യത്തിന്റെ എക്കണോമി, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഒരുപാട് തരത്തിലുള്ള ചിന്തകളും അതുപോലെ തന്നെ ആവശ്യങ്ങളെയും നിറവേറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മിറ്റിൽ ഇതുപോലെ വളരെ നീചമായ രീതിയിൽ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുക. ഈവൻ ഈ പ്രൊട്ടസ്റ്റ് ചെയ്തോട്ടെ, പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന രീതിയിലും ഒരു മാന്യത വേണ്ടേ? ഷർട്ടൊക്കെ അഴിച്ച് ഷർട്ടിന്റെ മുകളിൽ PMS കോംപ്രമൈസ് എന്ന് എഴുതി വളരെ എന്താ പറയുക വൃത്തികെട്ട രീതിയിൽ, നിങ്ങൾക്കറിയാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇതിനിടയ്ക്കൊക്കെ ഞാൻ പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വളരെ മോശമായിട്ടാണ് സ്വന്തം രാജ്യത്തിന്റെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ ഇകഴ്ത്തിക്കാട്ടാനും അതിൻ്റെ അകത്തുനിന്ന് മാധ്യമ ശ്രദ്ധ നേടിയെടുക്കാനും വേണ്ടി എത്ര നിറികെട്ട രീതിയിലാണ് ആ ഒരു പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്ത് നോക്കൂ. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഭൂരിഭാഗം ആൾക്കാർക്കും, ഈവൻ BJPനെ അല്ലെങ്കിൽ NDA സർക്കാരിനെ എതിർക്കുന്നവർക്ക് പോലും ആ ഒരു രീതി, കോൺഗ്രസ് കാണിച്ച രീതി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിൽ ഒരു തർക്കവും ഉണ്ടാവില്ല. നമുക്ക് രാജ്യത്തെ കാര്യങ്ങൾ, രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ, രാജ്യത്തെ ഗവൺമെന്റിനെ ഒക്കെ എതിർക്കാം. അത് ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ എന്ത് രീതിയിൽ വേണം എതിർക്കാം, ഏത് തലം വേണമെങ്കിലും പോവാം, നമ്മുടെ എതിർപ്പുകളും പ്രതിഷേധങ്ങളും എല്ലാം തന്നെ. പക്ഷെ രാജ്യ താല്പര്യം എപ്പോഴും നമ്മൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പല രീതിയിൽ ഉൾക്കൊള്ളും. തെറ്റായ രീതിയിൽ ഇന്ത്യയെ ഡിഫെയിം ചെയ്യാൻ ഉപയോഗിക്കുന്ന വീഡിയോസ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്കെതിരെ മറ്റുള്ള നമ്മുടെ ശത്രുക്കൾ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ വളരെ ഇഫക്റ്റീവായ രീതിയിൽ, അവരെക്കാൾ മികച്ച രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെയധികം സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ പല രീതിയിലും പല മേഖലകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്കൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലൊരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു വേദിയിൽ നടന്നതെന്ന് പറയാതെ വയ്യ. നമുക്കറിയാം, പണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതായത് അതുപോലെ
അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തൊക്കെ കോൺഗ്രസ്, അതായത് UPA ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി അദ്ദേഹം കൊടുത്ത സപ്പോർട്ട് മറ്റു രാജ്യങ്ങൾ പോലും പകച്ചുപോയി, പാകിസ്ഥാൻ പോലും പകച്ചുപോയി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് ഓപ്പോസിഷൻ, അതായത് ഇന്ത്യ രാജ്യത്തെ ഓപ്പോസിഷൻ പാർട്ടി സ്വന്തം രാജ്യത്തെ ഭരിക്കുന്ന നേതാക്കന്മാരെ, ഈവൻ പല പാർട്ടികളും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ ഒരു ഇന്റർനാഷണൽ വേദി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതിനെ കണ്ട് ആ ഇന്ത്യയുടെ ഒരുമ അവിടെ കാണുന്ന ഒരു സംഭവം ഉണ്ടായി. അത് വളരെ എന്താ പറയാ, ആത്മാഭിമാനത്തോടു കൂടിയാണ് AB വാജ്പേയി വിളിച്ചു പറയുന്നത്. അപ്പൊ അതുപോലെ നിന്നിരുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ കോൺഗ്രസിന് എങ്ങനെയെങ്കിലും അധികാരം കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത, അതിൽ ഇന്ത്യയെ ഏത് വിധം വരെ താറടിച്ച് കാണിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള. എന്തിനാണ് മറ്റുള്ളവർ, എന്റെ ചോദ്യം ഇതാണ്, ഇവിടെയാണ് ഇന്ത്യയിലാണ് ജയിക്കേണ്ടത്, ഇന്ത്യക്കാരുടെ വോട്ട് കൊണ്ടാണ് ജയിക്കേണ്ടത്, ഇന്ത്യക്കാരാണ് വോട്ട് പോയി ചെയ്യേണ്ടത്, ഇന്ത്യക്കാരെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഗവൺമെന്റ് പോരാ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾ നിങ്ങളെ ഇലക്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഫോറിനേഴ്സ് ഒക്കെ പങ്കെടുക്കുന്ന ആ ഒരു മീറ്റിൽ വന്നിട്ട് ഇതുപോലത്തെ ഒരു കാട്ടിക്കൂട്ടലിന്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ വളരെയധികം ഉപകാരമായിരിക്കും. കാരണം എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിക്കുന്ന ആ ഒരു പ്രതിഷേധത്തിന്റെ ആവശ്യകത അവിടെ എന്തായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, അത് ആക്ച്വലി ബാക്ക്ഫയർ ചെയ്യുകയാണ് ചെയ്തത് കോൺഗ്രസിന്. ഇപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിൽ പലരും അതിനെ തെറ്റായി പറയുന്നുണ്ട്. കോൺഗ്രസ് ചെയ്ത് വളരെയധികം മോശമായി പോയി ഇന്ത്യയെ ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി ഒരു ഗ്ലോബൽ, അത് ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാണുന്ന ഒരു ഇവന്റിനെ ഇകഴ്ത്തിക്കാട്ടുവാൻ വേണ്ടി ഇതുപോലത്തെ ഒരു തോന്നിവാസം ചെയ്തത് എന്തുകൊണ്ടും ശരിയായില്ല എന്നാണ് ഭൂരിഭാഗം പേരും ഇതിനെ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ആ ഒരു ഇവന്റിന് ശേഷം ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അടിച്ചോടിക്കുകയാണ്. അവിടെയുള്ള ആൾക്കാർ അടിച്ച് തല്ലി പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്. പോലീസിന് മുന്നേ അവിടെയുള്ള ആൾക്കാരാണ് അവരോട് പ്രതിഷേധിച്ചത്. ആ ഒരു ഓർഗനൈസേഴ്സ്, അതുപോലെ തന്നെ അവിടെ ഈ ഒരു AISMൽ പങ്കെടുക്കാൻ വന്ന ഇന്ത്യൻസ്, അവരാണ് ഇതുമായിട്ട് പ്രതികരിച്ചത്. നമുക്ക് പറയാൻ പറ്റുമോ അവിടെ വന്ന ആൾക്കാർ മുഴുവൻ BJPനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുന്ന? അല്ല, അങ്ങനെയല്ല. ഇങ്ങനെയുള്ള ആൾക്കാർ വന്നപ്പോൾ അവരെ അടിച്ചോടിച്ചതിൽ പല പാർട്ടിയെയും സപ്പോർട്ട് ചെയ്യുന്ന NDA ഘടകകക്ഷികളല്ലാത്ത പാർട്ടികളെ, അതായത് UP അതായത് ഇന്ത്യ അലയൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികളിൽ വിശ്വസിക്കുന്ന നേതാക്കന്മാരിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വരെ അവരെ അടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് സംശയമില്ല. അപ്പൊ അതാണ് ഇന്ത്യക്കാർക്ക് ഒരാളുള്ള ഒത്തൊരുമ എന്ന് പറയുന്നതാണ്. അപ്പോൾ കോൺഗ്രസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തിനാണോ അവിടെ പോയത്, അവർക്ക് സാധിച്ച ഒറ്റ കാര്യമുള്ളൂ, അതായത് ഇന്ത്യയെ ഇകഴ്ത്തിക്കാട്ടുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് അവിടെ കാണിക്കാൻ പറ്റിയത്. മറ്റുള്ളവരുടെ മുന്നിൽ ഇന്ത്യ എന്നുള്ള രാജ്യത്തെ എന്താ പറയാ, ലാഫിംഗ് സ്റ്റോക്ക്, അതായത് പരിഹാസ ഒരു പാത്രമായി കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള, അത് മാത്രമേ അവർക്ക് അവിടെ സാധിച്ചിട്ടുള്ളൂ. ഇതുകൊണ്ട് അവർക്ക് ഒരു ഇലക്ട്രൽ ഗെയിൻസും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം 100 അല്ല 500% ഉറപ്പാണ്. കാരണം ഇന്ത്യക്കാർ ഇതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയും. ആരെങ്കിലും ഇപ്പോൾ വോട്ട് ചെയ്യാൻ ചിന്തിച്ചിരുന്ന ആൾക്കാർ പോലും ഇപ്പൊ ഈ ഒരു കാരണം കൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യാതെ ആവും. അത്രയും എന്താ പറയാ, ആ പാർട്ടി എന്ന രീതിയിലും ഒരു അപജയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവിടെ നടന്നത്. അതിൽ നമ്മളിപ്പോ കൂടുതലായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കോൺഗ്രസ് കുറച്ച് കാലങ്ങളായി, രാഹുൽ ഗാന്ധിയും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതിൽ നിന്ന് മാറിപ്പോയി വളരെ വ്യക്തമായ രീതിയിൽ ഒരു ശരിയായ ഒരു പ്രതിപക്ഷമായി നിന്നുകൂടാ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു എന്ന പാർട്ടിനെ പറ്റി. അത് കഴിഞ്ഞ് ഈ ഇൻസിഡന്റ് കഴിഞ്ഞ ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ അല്ല, നരേന്ദ്രമോദി ഒരു പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ ദേഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സംഗതിയെ പറ്റി പറയുന്നത്. അതായത് വളരെ ദേഷ്യത്തോടു കൂടി, വളരെ സങ്കടകരമായ ഒരു രീതിയിലാണ് അദ്ദേഹം ദേഷ്യത്തിൽ. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. कांग्रेस के बेलगाम नेता देश को तबाह करने पर तुले। अगर आपको प्रधानमंत्री की कुर्सी पर बैठना है तो पहले आपको जनता के दिल झुकने, महिलाओं एमपीओ को भेज करके सीट पर कब्जा करने से आप प्रधानमंत्री नहीं बन सकते हो। और माताओं बहनों को इस प्रकार से आगे करने की क्या मजबूरी है आपकी? क्या इतने खोखले हो गए आप? അപ്പൊ ആ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ? അപ്പൊ അത്രയും ദേഷ്യം പ്രധാനമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ദേഷ്യം ത്തിന്റെ കാരണം പറഞ്ഞറിയിക്കാതെ, കാരണം അദ്ദേഹം ഏറ്റെടുത്ത് അദ്ദേഹം തന്നെ മുൻകൈയിട്ട്
ചെയ്ത് എല്ലാവരുടെയും കയ്യൊക്കെ അങ്ങനെ പിടിച്ച് പൊന്തിച്ച് നടത്തുന്ന അത്രയും ആഗ്രഹത്തോടുകൂടി നടക്കുന്ന ഒരു സംഗതി ചിലർ വന്ന് അലങ്കോലമാക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ പ്രതികരണം? അതുപോലൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നും വന്നത്. സോ ഇനിയെങ്കിലും എൻ്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഇനിയെങ്കിലും ഇതുപോലുള്ള കോമാളിത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഗുണം ഉണ്ടായില്ല. ആകെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തിന്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മാത്രമാണ്. അതായത് ഒരു നാണക്കേട്. ഇന്ത്യ എന്ന രാജ്യത്തിൽ ഇന്ത്യക്കാർ ഇങ്ങനെയാണ്. ഈവൻ ഗ്ലോബൽ സമ്മിറ്റുകളിൽ പോലും ഇന്ത്യക്കാർ ഇതുപോലത്തെ രീതിയിലാണ് പ്രൊട്ടസ്റ്റും അതുപോലത്തെ പ്രതിഷേധങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇന്ത്യയെ പരിഹസിക്കാൻ പലർക്കും ഒരു കാരണം കൂടെ, പല കാരണങ്ങളിൽ ഒരു കാരണം കൂടെ ഇട്ടുകൊടുത്തു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ ഗുഡ് ബൈ.